ഹലോ ഗായ്സ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. ഫസ്റ്റ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ അച്ഛൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളിത് ഫോൺ കൊച്ചി മാരിയറ്റിൽ പോവാണ്. സോ ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തു. അതാണ് ദ ഫോൺ കൊച്ചി ദ സീരീസ് ബൈ മാരിയറ്റ്. ഇത് വെല്ലിംഗ്ടൺ ഐലൻഡ് ഫോർട്ട് കൊച്ചി സൈഡിലുള്ളൊരു റിസോർട്ടാണ്. സോ ഇന്ന് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണാം. അല്ലിക്കുട്ടി അച്ഛൻ്റെ കാറും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കാക്കനാടിലെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഞങ്ങൾ അല്ലേ അല്ലേ. ഏട്ടന് സ്ക്രീനിൽ വരാനൊക്കെ ഇച്ചിരി നാണമാണ് കേട്ടോ. അതുകൊണ്ട് മസിൽ ഓടിച്ചിരിക്കുക, തിരിഞ്ഞു നോക്കത്തില്ല. റിസോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദ ബേത്ലഹേം കുടുംബ യൂണിറ്റ്, അത് ഫോർമോളിലായിരുന്നു. ആ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞു. നല്ല അടിപൊളി പടം, നിവിൻ പോളിയുടെ. അത് കഴിഞ്ഞ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അല്ലിക്കുട്ടി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ നിന്നൊരു കേക്കൊക്കെ വാങ്ങി നേരെ റിസോർട്ടിലോട്ട്. ഇതാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ദ ഫേൺ കൊച്ചി സീരീസ് ബൈ മാരിയറ്റ് ഇത് ഏറ്റെടുത്തിട്ട് ഒരു 6 മാസം ആവുന്നേ ഉള്ളൂ. മാരിയറ്റിൻ്റെ അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ കൊള്ളാം. എന്താ പറയുക, നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി ഒരു പീസ്ഫുൾ റിസോർട്ട്, കൊച്ചിയുടെ ഒരു ഐലൻഡ് സൈഡിലോട്ടുള്ള ഒരു പഴയ ചാമും ഫോർട്ട് കൊച്ചിയുടെ ചാമൊക്കെ ഉള്ള ഒരു പീസ്ഫുൾ റിസോർട്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത് കേട്ടോ. ഒരു കേരള സാരിയൊക്കെ കൊടുത്ത് ഒരു കുട്ടി ഞങ്ങൾ നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ടാണ് വെൽക്കം ചെയ്തത്. പിന്നെ ഞങ്ങൾ റിസപ്ഷനിൽ കീ ഒക്കെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. അല്ലിക്കുട്ടി മെയിനായിട്ടും റിസോർട്ടിൽ വന്നേക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ ചാടിക്കളിക്കാനാണ്. ഒരൊറ്റ ഉദ്ദേശത്തോട് മാത്രമാണ് അവൾ വന്നേക്കുന്നത്. പിന്നെ കീ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ചെറിയൊരു ചായ ബ്രേക്കൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നു അല്ലേ. അല്ലിക്ക് എന്താ വേണ്ട? ചായ വേണോ അതോ കോഫി വേണോ അതോ മിൽക്ക് വേണോ? മിൽക്ക്. ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കീ കിട്ടി. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലുള്ള ഞങ്ങളുടെ റൂമിലേക്ക് നടക്കുകയാണ്. അല്ലിക്കുട്ടി ഇത് ഇപ്പോൾ ഒരു ഓട്ടോ ഓടും കേട്ടോ. റൂമിലോട്ട് പോകാൻ എക്സൈറ്റഡ് ആണ്. ഇത്രയും നേരമൊക്കെ ഇരുന്ന് നമ്മൾ ടയേർഡായി. ഇതാണ് ഞങ്ങളുടെ മുറി. ഞങ്ങളൊരു കിങ് സ്യൂട്ടാണ് ബുക്ക് ചെയ്തത്. ഇത് ആക്ച്വലി പൂൾ സൈഡ് വ്യൂ ഉള്ള ഒരു കിങ് സ്യൂട്ടാണ്. ഇതാണ് നമ്മുടെ ബെഡ്. ഇതേ നോക്കി, ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ. ഇത് മാരിയറ്റ് റൂമിൻ്റെ കിങ് സ്യൂട്ടിൻ്റെ അത്രയും ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യില്ല. സ്വിച്ചൊക്കെ വളരെ പഴയ സ്വിച്ചാണ്. ഫർണിച്ചേഴ്സ് ആണെങ്കിലും കട്ടിലാണെങ്കിലും ഒക്കെ കുറേ പഴയതാണ്. കുറച്ചുകൂടെ കുറേ നാളായ റിസോർട്ടാണിത്. എന്നാലും അവർ മാക്സിമം മാരിയറ്റിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കർട്ടൻസും ബാത്റൂം ആണെങ്കിലും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പൂളും അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പൂളാണ് കേട്ടോ. ഇതാണ് അവരുടെ ഒരു മിനി ബാറൊക്കെ ഉണ്ട്. അത് പക്ഷേ ചാർജബിളാണ് കേട്ടോ. ഇതാണ് ബാത്റൂം. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു നല്ലൊരു ബാത്റൂമാണ്. അല്ലിയെ സ്വിമ്മിംഗ് പൂളിന് പോകുന്നതിന് മുമ്പ് ചെറിയൊരു സ്നാക്സൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന ആളിനെ കണ്ടില്ലേ, അതാണ് കത്തൂരി. ഇന്ന് നമുക്ക് മേടിച്ച ടോയാണ്. ഞങ്ങൾ പൂളിലോട്ട് പോവാണ്. പൂളിൻ്റെ കാര്യത്തിൽ ഏട്ടനും അല്ലിക്കുട്ടിയും ഫുൾ ആക്റ്റീവാണ്. രണ്ടുപേരും കൂടെ പൂളിൽ കിടന്ന് നല്ലോണം എൻജോയ് ചെയ്തു. അല്ലിക്ക് വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയാൽ പിന്നെ അവൾക്ക് വേറെ ലോകം തന്നെയാണ്. ഏട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നെങ്കിലും ഹോണസ്റ്റ്ലി ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഏറ്റവും കൂടുതലും എൻജോയ് ചെയ്തത് എൻ്റെ അല്ലിപ്പൂ തന്നെയാണ്. ഇതാണ് അവിടുത്തെ പൂള്. വളരെ നല്ല ഒരു എന്താ പറയുന്നത്, നല്ല നീറ്റായിട്ടുള്ളൊരു പൂളാണ് കേട്ടോ. അത് എടുത്ത് പറയണം. പിന്നെ എന്താ പറയുന്നത്, ടവൽസൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പൂള്. വെള്ളത്തിൽ ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചോട്ടാ ഭീം അച്ഛൻ്റെ കൂടെ. അവൾക്ക് പൂള് കണ്ടാൽ പിന്നെ വേറെ ആരെയും വേണ്ട.
അങ്ങനെ പൂളിലൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു വന്നു. അവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയൊരു സർപ്രൈസ് തന്നു അവർ. ഒരു കോംപ്ലിമെൻ്ററി ഫ്രൂട്ട് ബാസ്ക്കറ്റ്, അതിൽ ആപ്പിൾ, ഗുവവ, ഗ്രേപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു യോഗ ബാറും ഉണ്ടായിരുന്നു കേട്ടോ. അല്ലേ അതൊക്കെ കണ്ടതോടെ പിന്നെ ആരെയും നോക്കിയില്ല. ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ കഴിക്കാനൊന്നുമല്ല കേട്ടോ, വെറുതെ ഇതിൻ്റെ ഷേപ്പും കളറും ഒക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതൊരു നല്ലൊരു ജസ്റ്ററായിരുന്നു അവരുടെ. അതിനുശേഷം ഞങ്ങൾ മൂന്നും കുളിച്ച് ഫ്രഷായി പുറത്ത് ഡിന്നർ കഴിക്കാൻ പോകാൻ ഇറങ്ങിയേക്കാണ്. അല്ലിക്കുട്ടി കത്തൂരിയും എടുത്തിട്ടുണ്ട്, അവളുടെ ന്യൂ ഫ്രണ്ടാണ് കത്തൂരി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ളൊരു ലോക്കൽ ഷോപ്പിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇത് ഷാപ്പ് കട ബൈ ജുബറ്റ് എന്ന് പറയുന്നുള്ള ഒരു കടയാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി തിരിച്ച് റിസോർട്ടിലെത്തി. അല്ലിക്കുട്ടിക്കൊരു എന്താ പറയുന്നത്, ഒരു ബലൂണൊക്കെ കിട്ടി, അതുകൊണ്ട് അവൾ ഹാപ്പി. പിന്നെ ദേ ഞങ്ങളുടെ മൂന്നിൻ്റെയും ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ഞങ്ങൾ 3 പേരും കൂടെ ഒരു ചെറിയ കേക്ക്, കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ്. അതാണല്ലോ ഏറ്റവും സ്പെഷ്യൽ. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. അല്ലിക്കുട്ടി കേക്കൊക്കെ എൻജോയ് ചെയ്ത് അച്ഛൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ഡാൻസും പാട്ടും കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി, നല്ലോണം ഉറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ എത്തി കേട്ടോ. ഇതൊരു ഇന്ത്യൻ ഇന്ത്യൻ ഡിഷസൊക്കെയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറച്ച് സമയം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻജോയ് ചെയ്തു. ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി, ദോശ, എന്താ പറയുന്നത്, എല്ലാം ഉണ്ടായിരുന്നു ആക്ച്വലി. ഒരു ഇന്ത്യൻ കുസൈൻ, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 1 ഡേ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാക്കനാടേക്ക് എത്താണ്. താങ്ക് യു ഓൾ.